ടാറ്റ പോവാ. അമ്മ ടാറ്റ പോവാ, ഡ്യൂട്ടിക്ക് പോവാനേ. വെച്ച് വരുന്നോ? പൈസ വരുന്നോ കൂടെ? ടാറ്റ പോകാം വേണ്ട? ആ എന്നാ അപ്പം എൻ്റെ അടുത്ത് ഇരുന്നോ കേട്ടോ. ടാറ്റാ. ഇറങ്ങിക്കോ. ഇല്ലപ്പത്തോ അമ്മ ചൂറ്റിട്ട് പോയിട്ട് വരാവേ. പൊക്ക അപ്പം കൂടെ പൊക്ക. അങ്ങനെ ഹെസമോളോട് യാത്രയൊക്കെ പറഞ്ഞ് പയ്യെ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഇന്ന് എനിക്ക് ഈവനിങ് ഡ്യൂട്ടിയാണേ. ഈ ആഴ്ച മൊത്തം ഈവനിങ് ഡ്യൂട്ടി. നമുക്കങ്ങനെ ഓൾട്ടർനേറ്റീവ്, ഒരാഴ്ച ഈവനിങ് ആണെങ്കിൽ അടുത്ത ആഴ്ച മോർണിംഗ്, അങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഡ്യൂട്ടിക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഹെസമോളെ ഡേ കെയറിൽ വിടാനാണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് വിടുമ്പം കുഴപ്പമില്ല. അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. പിന്നെ പോകുന്ന വഴിക്ക് എപ്പോഴും കയ്യിൽ വേസ്റ്റ് എടുത്തിട്ട് പോകും, കാരണം വേസ്റ്റ് കൊണ്ട് കളയാൻ വേണ്ടി. ഈ പോകുന്ന വഴിക്കാട്ടോ നമ്മുടെ ഇങ്ങനെ ഡസ്റ്റ്ബിൻ വെച്ചിട്ടുണ്ടാവും, നല്ല നീറ്റായിട്ട് അവർ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ കൊണ്ട് കളഞ്ഞിട്ട് അങ്ങനെ പോകാമെന്ന് ചെയ്യുന്നത് കേട്ടോ. പിന്നെ പോകുന്ന വഴിക്ക് അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായിരുന്നു. കണ്ട നാട്ടിലെ പോലെ നല്ല പച്ചപ്പ്. അങ്ങനെ ഓടിപ്പാഞ്ഞ് ഹോസ്പിറ്റലിൻ്റെ പുറവശത്തൂടെ പോയി പഞ്ച് ചെയ്യാൻ വേണ്ടി കയറുന്നതാണ്. എൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് പഞ്ചിങ് മെഷീനാണ്. കറക്റ്റ് സമയത്ത് പോയി പഞ്ച് ചെയ്തിട്ട് അങ്ങനെ കയറി പോവുക. ഇച്ചിരി ലേറ്റായി, അതാണ് ഞാനീ പറയുന്നത്. അങ്ങനെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റലിലെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഈവനിങ് ആയപ്പോഴത്തേക്കും തിരിച്ച് വീട്ടിലേക്ക് പോവാട്ടോ. നല്ല കാമാൻ ക്വയറ്റായ അന്തരീക്ഷം. ആഹാ. അങ്ങനെ വേഗം വീട്ടിൽ ചെന്നിട്ട് ഫ്രഷൊക്കെ ആയ ഹെസമോൾക്ക് ഹാപ്പി ആയിട്ട് എന്നെ കണ്ടപ്പോഴത്തേക്കും അങ്ങനെ ഫുഡ് അടിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് സ്പെഷ്യലായിട്ട് ചാർക്കോളാട്ടോ, ചാർക്കോൾ ചിക്കനും. അങ്ങനെ അടിപൊളിയായിട്ട് ഫുഡെല്ലാം അടിച്ച് വയറ് സംതൃപ്തിയായി, സന്തോഷമായി. ഗോപിയേട്ട സന്തോഷമായി. അടിപൊളി ഫുഡായിരുന്നു. ഞാൻ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ ഉറങ്ങാൻ പോവുക. ബൈ ബൈ.